എടാ ഞാൻ ജോർജിയന്റെ കാരപ്പാനോട് പറഞ്ഞു മൂപ്പരായി കേൾക്കണില്ല. അതിന് ഇന്റെ മാർക്കിന് ഇവിടെ സീറ്റ് കിട്ടുക. നിങ്ങളൊക്കെ ഏതായാലും ഇപ്പൊ ഒരു നല്ല നിലയിലെത്തിയില്ലേ. ഐ ബിസ്ക്കറ്റ് ഫോർ യു, അല്ല ഐ റെസ്പെക്ട് ഫോർ യു. ഏതായാലും ഞാൻ ഒരട്ടം കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ. തന്തായി പോയില്ലണി. ആ ആയിക്കോട്ടെ. ഇന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ല. ഇത് കഴുത്തിലിടുന്നുണ്ടെങ്കിലേ ഡോക്ടർ ആവാൻ പഠിക്കണം. മനസ്സിനാവിടെ ആദ്യം, എന്നിട്ട് ഉണ്ടാക്കുന്ന നിലയും വിലയൊക്കെ. അതിന് ഉപ്പ പഠിച്ച ഇന്ത്യ അല്ല, വെറും ഇന്ത്യ. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. അപ്പോട്ടാ സെൻസിറ്റീവിന്റെ ഒരു കണ്ടന്റ് കാട്ടിക്കാം. അതല്ല പച്ചേ, എനിക്ക് നീറ്റ് കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടാനില്ല. എനിക്ക് നീച്ച് വരുമ്പോ സീറ്റ് കിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. എന്റെ ഫോൺ എടുക്കേ, ഇങ്ങനെ എടുക്കേ. ആ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്ററിന്റെ ചങ്ങായിയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അല്ല ആ സീറ്റ് അല്ല, ഞാൻ വിളിച്ചോളാം. അല്ല പച്ചേ സ്കൂൾക്കുള്ള ഇപ്പച്ചേ ഞാൻ പറയണു. ആ മാഷെ കൊമ്പക്കാട് പോയാ സ്കൂളിൽ ചെറിയൊരു സീറ്റ് ഒഴിവുണ്ടാവോ? ആ 3ലോ 4ലോ വലിയൊരു തടിയൊന്നും ഇല്ലല്ലോ, ചെറിയൊരു സീറ്റ് മതി. ഒരു 1-2 കുട്ടികളെ ഒന്നിട്ട് നിരക്കിക്കാണ്ട് അവിടെ ഇരുത്താനേ. ആ ആയിക്കോട്ടെ, ഇത്രേ ഉള്ളൂ. എനിക്കൊരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോയി. നീറ്റിൽ മാർക്കില്ലാത്തോണ്ട് സീറ്റ് കിട്ടാല്ലെന്ന് പറഞ്ഞതേ. ഇന്റെ ചങ്ങായിമാരൊക്കെ MBBS പഠിക്കാൻ ജോർജിക്ക് പോയി. എന്നാ പറയണ്ടേ, ജോർജ ഓന്റെ വലിയ കമ്പനിയല്ലേ. ഞാൻ വിളിച്ചാ കേൾക്കൂലോ. ഹലോ കൊമ്പക്കാട് പോയാ ജോർജ്? ആരൊക്കെ പഠിപ്പിച്ചാ വിട്ടു പറഞ്ഞു. ആ ജോർജ് അല്ല പച്ചേ. എന്ത് നിങ്ങൾക്ക് തീരെ അന്തല്ലേ? ഹലോ ജോർജ്, അന്നോടല്ല അന്തല്ലേ ചോദിച്ചാ. അന്നോടല്ല തന്തനോട് ചോദിച്ചേ. തന്തേന്നോ ജോർജിനോട് അന്തല്ലേന്നോ? ചേച്ചിയെ ആര്? ഇത് നമ്മളെ പേരല്ലേ. ഇങ്ങോട്ട് വാ. പടച്ചോനെ വിചാരിച്ച ഞാൻ പറയണോന്ന്